ഹലോ മൈ ലവ്സ്. അപ്പം നമുക്ക് ഇന്നത്തെ അത്താഴം കണ്ടാലോ? ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈ പെണ്ണിത് എന്തുവാ ഞെരടിക്കൊണ്ടിരിക്കുന്നത്. മിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്ത വടക്ക് ഞാൻ പറയാം. നമ്മുടെ വീടുകളിൽ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നോക്കുക്കറി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതിന് അപാര സ്വാദാണ്, ഒരുപാട് ലെസ് ഇൻഗ്രീഡിയൻസ്, ബട്ട് ദ ടേസ്റ്റ് ഈസ് റിയലി ഗുഡ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ചിലപ്പോൾ കറി ഉണ്ടെങ്കിലും ഞാൻ അമ്മയെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം നമുക്ക് അത്താഴത്തിലുള്ള ഓരോ സാധനങ്ങൾ നോക്കിയാലോ. അപ്പോൾ ചോറെടുത്തതിന് ശേഷം ചമ്മന്തി എടുത്തു. ഇത് വെണ്ടയ്ക്ക, ഇതൊരു സ്പെഷ്യൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വെണ്ടയ്ക്ക, അപ്പോൾ അതിന് ടേസ്റ്റ് ഇച്ചിരി കൂടും. പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ ദേ വന്നിരിക്കുന്നു നമ്മുടെ പ്രധാന നായകൻ ഉണക്കമീൻ. അത് മത്തിയാണോ അയിലയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്താണെങ്കിലും ഞാൻ തിന്നത്തതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുട്ടയും. എന്നിട്ട് നടുക്ക് നമ്മളൊരു കുഴി കുഴിക്കും. സാധാരണ സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ ഒഴിക്കാനാണ്, പക്ഷേ ഇവിടെ ഞാൻ ഈ ഞെരടിയ കറി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പം ഇനി തിന്നുന്നത് കണ്ടിട്ട് വന്നു കേട്ടോ. അപ്പം ഗായ്സ്, നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി. ഇന്ന് പ്രത്യേകിച്ച് അമ്മ കറിയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് എന്തൊക്കെയോ അപ്പം വേവുന്നുണ്ട്. ഇതൊക്കെ പിന്നെ എന്താണ് ഗൈസ് കറി അല്ലാതെ? മുളക് ഞവടിയത്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ചമ്മന്തി, അച്ചാറ്, ഉണക്കമീൻ, വികാരം, മുട്ട വറുത്തത്. വാവ്. അയ്യോ. So let's get started guys. ചോറൊക്കെ കുഴച്ച് നമ്മളെ തോരൻ ഒരു ലോഡ് ഇട്ടിട്ട് ചമ്മന്തി, വെള്ളം വരുന്നു, അച്ചാർ, നല്ല പച്ചമുളകൊക്കെ എല്ലാം അച്ചാറാണ് ഗൈസ്. And then a piece of motta, grab the entire urula and kutti kettle in your anak. Cheers.